എങ്ങോട്ടാ? ഒരു പാവം പെൺകുട്ടി, അവളെ രക്ഷിക്കാന്ന് വിചാരിച്ചു. പെൺകുട്ടിയെ കണ്ടിട്ട് ഡിസൈഡ് ചെയ്യല്ലേ, ആ പിറകിലുള്ള റൗഡികളെ കണ്ടിട്ട് ഡിസൈഡ് ചെയ്യും. എടാ നീ ചെന്ന് അവളെ രക്ഷിക്കടാ. 6 അടി പൊക്കമുണ്ടായിട്ട് കാര്യമില്ലടാ. പെൺകുട്ടികളെ സഹായിക്കാനുള്ള മനസ്സ് വേണോടാ, മനസ്സ്. ആണോ? ഏയ്, ആ ഇരുമ്പ് വടി എടുത്തോണ്ട് ഇവനെ അടിക്ക്. പെട്ടെന്ന് എടുത്തോണ്ട് വാ. എന്തിനാ നോക്കിയിരിക്കുന്നേ? നിനക്ക് ശരിക്കും ബോധമുണ്ടോ? നിന്നോട് വടിയെടുത്ത് അടിക്കാൻ പറഞ്ഞിട്ട് നീ എന്താ ഒരുമാതിരി വടി പോലെ നിന്നത്? ഞാൻ എന്തിനാ ചെയ്യുന്നത്? എന്നെ രക്ഷിക്കാന്ന് പറഞ്ഞ് നിങ്ങളല്ലേ ബിൽഡപ്പ് ചെയ്തത്. അപ്പൊ നിങ്ങൾ വേണം ചെയ്യാനായിട്ട്. അത് ശരി, നീ പാതിരാത്രി ഒറ്റയ്ക്ക് എന്താ ചെയ്യുന്നത്? പാർട്ടിക്ക് പോയോ സിനിമയ്ക്ക് പോയോ? അവർക്ക് നിനക്കും തമ്മിൽ എന്താണ് ബന്ധം? അവരെന്തിനാ നിന്റെ പിറകെ വന്നത്? ശരിക്കും നീ എന്താ ചെയ്തത്? കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയെന്ന് കരുതി ക്വസ്റ്റ്യൻ ചെയ്യണോ? ശരിയാടാ, നീ മിണ്ടരുത്. നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് എടുത്തിയാടിയത്. എവളെ രക്ഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. നീ എന്താ പറഞ്ഞത്? 6 അടി പൊക്കമല്ല, അരേഞ്ച് മനസ്സാണ് പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടതെന്ന്. ഇവൾക്ക് അരേഞ്ച് മനസ്സ് പോലും ഇല്ല. താങ്ക്സ് പറയാൻ. ഞാൻ കൊടുത്തേക്കാം. അതും ഇത് എല്ലാം കൂടി ചേർത്ത് നിനക്ക് ഒരു താങ്ക്സ് ഉണ്ടെന്നേക്കാം. അവള് പിന്നെ പറഞ്ഞോളും. ആ താങ്ക്സ് നീ മേടിച്ചിട്ട് ലിഫ്റ്റും കൂടി നീ മേടിച്ചോ. ഹലോ മിസ്റ്റർ. അണ്ണനൊന്നും വിചാരിച്ചില്ലെങ്കിൽ ഞാൻ ഈ പെണ്ണിനെ സൈക്കിൾ ഡ്രോപ്പ് ചെയ്തോട്ടെ. നീ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് നിന്റെ തട്ടുകടയിരിക്കണ ദോശ ഓംലെറ്റും ഒക്കെ നാട്ടുകാർക്ക് ഞാൻ വിളമ്പി കൊടുക്കും അല്ലേ? വാ മോളെ, നിനക്ക് മോഡലിംഗ് ഇഷ്ടാണോ? അതൊന്നും കുഴപ്പമില്ല. ഗോവ വരുന്നുണ്ടോ? ഇവിടുന്ന് പോ. ഗോ. ഈ പെണ്ണ് ഇവിടെ ഉണ്ടോ? റീത, ഞാൻ പ്രിയ കണ്ടു. ഏത് പ്രിയാണ് സർ? സുപ്രിയയുടെ ഹരിപ്രിയാണോ? രാജുവിന്റെ ലവർ പ്രിയ. സർ, സാർ എന്തൊരു ഇന്റലിജന്റാ. എന്താ ചെയ്യേ? ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിച്ചേ? ലൊക്കേഷൻ നല്ലതാണെന്ന് ഓർത്ത് ഞാൻ ഇതിന് പോയി. താഴെ ഒഴിച്ചുകൊണ്ട് മുകളിലോട്ട് നോക്കിയപ്പോൾ പ്രിയയെ കണ്ടു. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? സാറ് ചെയ്യാൻ പോയ ജോലി പൂർത്തിയാക്കിട്ട് വരൂ സർ. നീ ശരിയാവില്ല, ഒറ്റ വേഗം പെട്ടെന്ന് രാജുവിന് ഫോൺ ചെയ്യ്. ചെയ്യാം സർ. രാജു. രാജ്, 1 സെക്കൻഡ്. എന്താ സാർ പറയണ്ടേ? നിന്റെ സെക്കൻഡ് സെറ്റപ്പിനെ കണ്ടത് പറ. നിന്റെ സെക്കൻഡ് സെറ്റപ്പ്. നിന്റെ ലവർ പ്രിയയെ കണ്ടത് പറ. ഓക്കേ സർ. രാജു, നിന്റെ പ്രിയനെ കണ്ടുപിടിച്ചു. ഓക്കേ അല്ലേ സർ? ഓക്കേ. അതെ റീത, ഞാൻ എങ്ങനെയാ പെണ്ണിനെ കണ്ടതെന്ന് പറയാൻ പറ്റുമോ? സാർ എവിടെ കണ്ടാലും അവിടെ മൂത്രമൊഴിക്കില്ലേ? അങ്ങനെ നീ പോയി വിളിച്ചോ. ശരി. പ്രിയ ബിൽഡിങ്ങിലുണ്ട്. വാ വാ വാ. അയ്യോ,
നീ അങ്ങോട്ട് വയ്ക്കോ. എടി നീ ഇങ്ങോട്ട് വാ. അവൻ എന്നെ കട്ടി പൊക്കോളുണ്ട്, നീ അവന്റെ പുറകെ പോവാണോ? ബോധം വേണ്ടടി. ഇതിലെ ഇങ്ങോട്ട്. നിന്റെ അഴ കണ്ടവരെ കണ്ണിന്റെ പീസ് പോയി. കൊടുകൈ. അയ്യോ സാറ് പറഞ്ഞു. എടാ എന്റെ സാറ് നീ അടിക്കോളൂ. പറ്റിപ്പോയി. നിന്നെ ശരിയാക്കി തരും. എടീ പോടി പോടി പോടി. രാജു ഒരു മിനിറ്റ്. സോറി സാർ. എടീ നീ ഇവന്മാരെ പാർട്ടിയാണോ എന്റെ പാർട്ടിയാണോ? സാറിന്റെ പാർട്ടിയാ. കൺഫേം കൺഫേമാ സാർ. തീർച്ചയാണോ? ഡേയ് അവിടെ ഇങ്ങിതാ. തുടങ്ങാം. നീയെ പറ്റി ഇപ്പോ എന്തിനാ വന്നേ? 10 ദിവസത്തെ സ്നേഹത്തിന് വേണ്ടി എന്റെ സുഹൃത്ത് രാജു കഷ്ടപ്പെടുമ്പോൾ 10 വർഷത്തെ സ്നേഹത്തിന് വേണ്ടി ഞാൻ റിസ്ക് എടുക്കട്ടെ? ഈ ഡയലോഗ് ഹാർട്ട് ടച്ചിങ് ആണ്. ഒന്നും കൂടെ പറയാൻ പറ്റുമോ? പറഞ്ഞോളൂ. 10 വർഷത്തെ സ്നേഹത്തിന് വേണ്ടി എന്റെ ഫ്രണ്ട് കഷ്ടപ്പെടുമ്പോ 10 വർഷത്തെ സ്നേഹത്തിന് വേണ്ടി ഞാൻ റിസ്ക് എടുക്കണ്ടേ അണ്ണാ? സൂപ്പർ അണ്ണ. ഒന്നും കൂടെ പറയണ. 2 പ്രാവശ്യം പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ല. അങ്ങോട്ട് പോ. അയ്യോ സാറ് എന്താ സാർ എങ്ങനെ പൊങ്ങി പോകുന്നേ? അയ്യോ സ്വിച്ച് ഓഫ് ചെയ്യടി. സ്വിച്ച് ഓഫ് ചെയ്യ്. അയ്യോ അയ്യോ വേണ്ട. അയാൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് രണ്ടുപേർക്ക് സെറ്റിൽ ചെയ്യാം. മെഷീൻ നിർത്ത്. ഞാൻ താഴെ വന്നാ നിന്നെ കൊന്നുകളയും. വേണ്ട വേണ്ട, നീ പറയുന്നത് കേൾക്കും. ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും കൂടി അച്ഛനും അമ്മയും കളിക്കാം. നിനക്കിപ്പോ ഉടനെ അച്ഛനെ കുഞ്ഞോ ഞാൻ ശരിയാക്കി തരാം. ഇങ്ങോട്ട് പാടി. നീ പാടി.